നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഉണ്ണികൃഷ്ണൻ. ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിൻ്റെ പുതിയൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പുതുതായിട്ട് വീട് നിർമ്മിക്കുന്നവർക്ക് ഉള്ള ഒരു സന്തോഷ വാർത്തയാണ്. ഇനി മുതൽ, അതായത് ഈ 2025 നവംബർ 21 ശേഷം പെർമിറ്റ് എടുക്കുന്നവർക്ക് മാത്രമേ ബാധകമുള്ളൂ കേട്ടോ. 50 ലക്ഷത്തിൽ താഴെ ചെലവ് വരുന്ന വീടുകൾക്ക് ഇനി മുതൽ ലേബർ സെസ് അടയ്ക്കേണ്ടി വരില്ല. ഈ നടപടി കേന്ദ്രം പാസാക്കിയ ലേബർ കോഡ് അനുസരിച്ച് 2025 നവംബർ 21 ശേഷം പെർമിറ്റ് എടുത്തവർക്ക് മാത്രം ബാധകം. വിശദമായിട്ട് പറഞ്ഞത്, കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമ സംഹിത, അതായത് ലേബർ കോഡ് നിലവിൽ വന്നതോടെ ഇനി മുതൽ 50 ലക്ഷം രൂപയിൽ കൂടുതൽ നിർമ്മാണ ചെലവ് വരുന്ന വീടുകൾ നിർമ്മിക്കുമ്പോൾ മാത്രം കെട്ടിട നിർമ്മാണ സെസ് അടച്ചാൽ മതിയാകും. പ്ലിന്ത് ഏരിയ അടിസ്ഥാനമാക്കി നിർണയിച്ചിരുന്ന നിർമ്മാണ ചെലവിന്റെ 1% സെസ് നൽകണമെന്നാണ് നിയമം. നിലവിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ നിർമ്മാണ ചെലവോ 107 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ തറവിസ്തീർണമോ, അതായത് 1151 ചതുരശ്ര അടി കൂടുതൽ തറവിസ്തീർണമോ ഉള്ള കെട്ടിടങ്ങൾക്ക്, അതായത് വീടുകൾക്കായിരുന്നു സെസ് അടയ്ക്കേണ്ടിയിരുന്നത്. ഈ മാസം 21 നിയമസംഹിത പ്രാബല്യത്തിൽ വന്നതോടെ നിർമ്മാണ ചെലവിന്റെ പരിധി ഉയർത്താൻ പ്രാബല്യത്തിൽ വന്നു. സെസ് നിർണയത്തിന് ബിൽഡിംഗ് പെർമിറ്റ് രേഖയാണ് ഉപയോഗിക്കുന്നത്. ആയതുകൊണ്ട് ഈ മാസം 21 ശേഷം കെട്ടിട പെർമിറ്റ് ലഭിച്ചവർക്കായിരിക്കും ഇത് ബാധകമായി വരുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന തൊഴിൽ വകുപ്പ് വ്യക്തത വരുത്തേണ്ടതായിട്ട് ഉണ്ട്. 4 നിയമസംഹിതകളിൽ സാമൂഹിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 2 6 ആണ് വീടുകളുടെ സെസ് നിർണയ പരിധിയെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. സെസ് ഈടാക്കുന്നതിനുള്ള നിർമ്മാണ ചെലവിന്റെ പരിധി 50 ലക്ഷം രൂപ എന്നത് വർദ്ധിപ്പിക്കാനല്ലാതെ കുറവ് വരുത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് നിയമം അനുമതി നൽകുന്നില്ല. വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്കും എത്ര രൂപ ചെലവാക്കിയാലും അതിന് 1% സെസ് അടക്കണമെന്ന നിയമം തുടരും. ഇത് പുതുതായിട്ട് വീടെടുക്കുന്നവർക്ക് ഒരു ആശ്വാസമായി തോന്നാം. എന്നാൽ കേരളത്തിലെ തൊഴിൽ വകുപ്പിന് കനത്ത തിരിച്ചടിയായിരിക്കും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. സെസ് ഈടാക്കാനുള്ള വീടുകളുടെ നിർമ്മാണ ചെലവിന്റെ പരിധി ഉയർത്തിയത് തൊഴിൽ വകുപ്പിന് കനത്ത തിരിച്ചടി ആയിരിക്കും. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡാണ് സെസ് ഈടാക്കുന്നത്. ബോർഡിന് ലഭിക്കുന്ന സെസ് തുകയിൽ 70% വീടുകളിൽ നിന്നാണ്. ഈ തുക തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാനാണ് നീക്കിവെക്കുന്നത്. ബോർഡ് പ്രതിമാസം നൽകേണ്ടുന്ന 1600 രൂപയുടെ പെൻഷൻ മുടങ്ങിയിട്ട് 17 മാസം കഴിഞ്ഞു. 3.8 ലക്ഷം തൊഴിലാളികൾക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളുമായി 1163 കോടി രൂപയാണ് കുടിശ്ശിക. ഇതിൽ പെൻഷൻ കുടിശ്ശിക മാത്രം 1000 കോടി രൂപയാണ്. ഇന്നത്തെ വീഡിയോ പുതുതായി വീട് പണി ആരംഭിക്കാൻ തീരുമാനിച്ചവർക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് കരുതട്ടെ. ഇനിയും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ കൂടി
നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ ബൈ.